മിനിറ്റ് കൊണ്ട് ഒരു ദം ബിരിയാണി ഉണ്ടാക്കിയല്ലോ. വാ, ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സോ വെൽക്കം ടു മൈ സെക്കൻഡ്സ് കുക്കിംഗ് ചാനൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കുക്കറിനകത്ത് ആവശ്യത്തിനുള്ള എണ്ണ, പട്ട, ബേ ലീഫ്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി കുറച്ച് പുതിനയില, മല്ലിയില ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ചോറിന് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ 2 പേർക്കുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അരമണിക്കൂർ മുന്നേ തന്നെ ഒരു 2 ഗ്ലാസ് അരിയെടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. അപ്പം ഞാൻ 2 ഗ്ലാസ്സിന് ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇപ്പം ഞാൻ കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരെ വെക്കുവാണ്. ഇനി ഈ ചോറ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മുടെ മസാല ഉണ്ടാക്കാം. അതിന് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമുള്ള എരിവിനനുസരിച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ചിക്കൻ മസാല ഞാൻ 3 ടീസ്പൂണാണ് ഞാൻ ഇവിടെ ഇട്ടത്. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് എണ്ണ സൈഡിൽ വരുന്നവരെ ഞാനൊന്ന് വേവിച്ചു. ഇനി ഇതിലോട്ട് നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ചിക്കൻ മസാല ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ചിക്കൻ്റെ മസാല ഉണ്ടാക്കിയ സമയം കൊണ്ട് ചോറായിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട് റൈസ് വെന്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയതിന് ശേഷം ഞാൻ ആ ചിക്കൻ മസാല തുറന്നിട്ട് അതിൽ ഒരു 2 പച്ചമുളക് കീറിയതും പിന്നെ തേങ്ങാപ്പാൽ പൊടിയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് കലക്കി ഒഴിച്ചു. ഇനി അതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ എതിരി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തുറന്ന് നോക്കാം. ചിക്കൻ ഒരു 3/4 വേവ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ദമ്മ് ഇടാം. ദമ്മിടുന്ന വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മുടെ വീട്ടിലുള്ള പാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു വലിയൊരു പാത്രം വയ്ക്കുക. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ചോറാണ് ബേസ് ലെയർ, അതൊന്ന് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ മസാല നമ്മൾ ഉണ്ടാക്കിയില്ലേ അതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ വീണ്ടും ചോറിട്ട് വീണ്ടും ചിക്കൻ മസാല ഇട്ട് വീണ്ടും ചോറിട്ട് ഇത് നന്നായിട്ടൊന്ന് വെതറി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പൊന്നുമില്ലാതെ രീതിക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന്ന് വെളിയിൽ കാറ്റൊന്നും പോകാത്ത രീതിക്ക് ഒരു നല്ലൊരു പ്ലേറ്റ് വെച്ച് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റ് വയ്ക്കാം. ഞാൻ ഇവിടെ വെള്ളമാണ് ഉപയോഗിച്ച് ഒരു 15 മിനിറ്റത്തേക്ക് ഇതിരിക്കട്ടെ. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഈ 15 മിനിറ്റ് ഉണ്ടല്ലോ ഞാൻ ഹോളിലിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ബിരിയാണിയുടെ മണം ഈ വീട് മൊത്തമായി ഗായ്സ്. ടേസ്റ്റും അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസിയാണ് ഈ ബിരിയാണി, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു സിമ്പിൾ റെസിപ്പി ആയിരുന്നില്ലേ? അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്കുടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.